ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അങ്ങനെ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇന്ന് വീഡിയോ വരുന്നത്. അപ്പോൾ വിഷുവൊക്കെ ആകാനായി എല്ലാവരും പടക്കത്തിൻ്റെ വീഡിയോ ഇവിടെ ഇങ്ങനെ കുറേ പേര് ചോദിച്ചു കമൻറ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജസ് വന്നു. അപ്പോൾ അങ്ങനെ ഫൈനൽ നമ്മൾ പടക്കത്തിൻ്റെ വീഡിയോ എത്തിയിരിക്കുകയാണ്. 2024 എന്താണ് ഇപ്രാവശ്യത്തെ അവസ്ഥ നോക്കാൻ നമുക്ക്. ഞാൻ ഇന്നുള്ളത് നമ്മുടെ കൃഷ്ണ ഫയർവേഴ്സിലാണ്. നമ്മുടെ കണ്ണൂരിലെ കണ്ണൂർ കൃഷ്ണ ഫയർവേഴ്സിലാണ്. കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? ടൗൺ സ്ക്വയറിൽ. ഇവിടെ മാത്രമല്ല, പിന്നെ എവിടെയൊക്കെയുള്ളത് നമുക്ക് താളിക്കാവിലുണ്ട്, അതേപോലെ കടലാമ്പലത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. 2 ഷോപ്പ് വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടൗൺ സ്ക്വയറിലെ ഷോപ്പിലാണുള്ളത്. ഇവിടെ കുറേ ഐറ്റംസ് ഇനിയും വരാനുണ്ടല്ലേ, കുറേ ലോഡ് വരാനുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഫില്ലായി വരുന്നുണ്ട്. ഇപ്രാവശ്യം എന്താ നല്ല വെറൈറ്റീസ് ഉണ്ടോ? കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടും കൂടുതൽ വെറൈറ്റീസ് ഉണ്ട്. റേറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഞാൻ ആളെ പരിചയപ്പെടാൻ പറ്റി. നമ്മൾ നിവേദനാണ് ഇപ്പം ഷോപ്പിലുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഏതാ നമുക്ക് ഫസ്റ്റ് കമ്പിത്തിരി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ബാക്കിൽ തന്നെ ഉണ്ട് കമ്പിത്തിരി. കമ്പിത്തിരിയിലും കുറേ ഐറ്റംസ് ഇന്നും കുറേ വരാണ്ടല്ലേ, ഇന്നും വരാണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 7 സെന്റിമീറ്റർ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ 10, 15, 30, 50 വലുതുണ്ടല്ലോ, മറ്റേ ആ ഒരു വില്ല ബോക്സിൽ വരുന്നത് അതാ അതെ ആ 50 അതിന്റെ 3 മോഡലുണ്ട്. ഇതാകുമ്പോൾ 5 in 1 ആണ്. 5 എണ്ണം ഉണ്ടാവും, 5 ടൈപ്പ് ആയിരിക്കും. എത്ര സെന്റിമീറ്ററാ ഇത്? 50 അല്ലേ? ഓക്കെ. ഞാൻ ബാക്ക് ടു നമ്മൾ ഈ ഒരു ഇതിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഇതിലും കുറേ കളേഴ്സ് വരുന്നതുണ്ട്. ഇപ്പോൾ സിംഗിൾ കളർ വരുന്നുണ്ട്, മൾട്ടി കളർ, റെഡ്, ഗ്രീന്, ഇതൊക്കെ കഴിഞ്ഞുള്ള സെയിം ആ ഒരു പാറ്റേണിൽ തന്നെ. പാക്കിംഗ് ഒക്കെ മാറിയിട്ടുണ്ടല്ലേ, ഇങ്ങനെ കുറച്ച് ഡിസൈൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇതാകുമ്പോൾ 2 കളർ ഉണ്ടാവും ഒരു വട്ടി തന്നെ, റെഡും ഗ്രീനും. അതേപോലെ 5 അങ്ങനെ 5 റെഡ്, 5 ഗ്രീൻ, അങ്ങനെ. അതേപോലെ ഇത് 4 in 1 4 മോഡൽ ഉണ്ടാവും ഒരു പെട്ടി തന്നെ. അതേപോലെ വേറെ വെറൈറ്റി കളർ എന്ന് പറയാം. 4 മോഡൽ എന്ന് പറയുമ്പോൾ എങ്ങനെ 10 ഉണ്ടാവും, 4 ഡിഫറെന്റ്. ഇപ്പൊ റെഡ് ഉണ്ടാവും, ഗ്രീൻ ഉണ്ടാവും, വേറെ മോഡൽസും ഉണ്ടാവും, ക്രാക്ലിംഗ് ഉണ്ടാവും. അതുപോലെ അതേപോലെ വേറെ വെറൈറ്റി കളർ എന്ന് പറയാം. ബ്ലൂ, ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്. പിങ്ക് വന്നല്ലേ? പിങ്ക് ഉണ്ട്. അതേപോലെ അതിന്റെ വലുത് പറയാം 5 in 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അകത്താകുമ്പോ 5 തരം ഉണ്ടാവും ഒരു പെട്ടി തന്നെ. എല്ലാം രമേശ് ബ്രാൻഡ് തന്നെയാണല്ലോ. രമേശും പിന്നെ അരുണാണ് കൂടുതലുള്ളത്. ലീഡിംഗ് ബ്രാൻഡ്സ് ആണല്ലോ. രണ്ടും നല്ല ബ്രാൻഡ്, നല്ല ബ്രാൻഡ്സ് നല്ലോണം പോകുന്ന. പിന്നെ അതേപോലെ വേറെ ഏതാ അതിന്റെ വലുത് 5 in 1. ഇത് എത്ര സെന്റിമീറ്ററാ? ഇത് 30 സെന്റി. 30 അല്ലേ? ഓക്കെ. അത്യാവശ്യം ടൈമിംഗ് ഉണ്ടാവും. ഇത് ടൈമിംഗ് ഉണ്ടാവും, നല്ല ടൈമിംഗുള്ള സാധനമായിരിക്കും. പിന്നെ അതിന്റെ തന്നെ ഇത് നോർമൽ നമ്മൾ അരുണ്ടല്ലോ, റെഡ് കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങളുണ്ട്. പിന്നെ ക്രാക്ലിംഗ് വരുന്നുണ്ട്, ഇലക്ട്രിക് വരുന്നുണ്ട്. ഇതൊക്കെ 30 സെന്റിമീറ്റർ ആണോ ഇതൊക്കെ? എങ്ങനെ ഇപ്രാവശ്യത്തെ റേറ്റ് ഒക്കെ എങ്ങനെ കമ്പിത്തിരിനെ? റേറ്റ് സ്റ്റാർട്ടിങ് 10 രൂപയാണ്, ചെറുതല്ലേ? 10 രൂപ മുതൽ അതേപോലെ 90 രൂപ വരെ ഉണ്ട്. ഈ വെയിൽസൊക്കെ വരുന്നല്ലേ, മൾട്ടി കളർ ഇതൊക്കെ 30 സെന്റിമീറ്റർ വരുന്നുണ്ട്. ഓക്കെ. 10 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വലുതില്ല നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടിങ് 150 ആണ്. 150 മുതലാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ മോഡലിനും ഓരോ റേറ്റ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കത് കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വിഷു ആകാൻ കാത്തിക്കണ്ട കേട്ടോ. അങ്ങോട്ട് പോകുന്നതോറും നല്ല തിരക്കായിരിക്കില്ല. പിന്നെ നമുക്ക് ഇതേപോലെ കണ്ട് നല്ല ഓരോ ഐറ്റംസ് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരാനുണ്ട് നമ്മളെ ചൈനീസ് ഐറ്റംസ് അല്ലേ. നമ്മളെല്ലാവരും കൂടുതലായിട്ട് ഇപ്പം പിള്ളേരടക്കം വാങ്ങുന്ന ഐറ്റംസ് ആണ് ഈ ഒരു ചൈനീസ് ഐറ്റംസ്. അപ്പോൾ ഇതിൽ നോക്കാന്നുണ്ടെങ്കിൽ കുറേ വെറൈറ്റി സാധനസ്, പോപ്കോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പണ്ടേ വരുന്ന സാധനമാണ്. എന്താ ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്താ? നമ്മൾ പൂക്കിറ്റ് പോലെ തന്നെ ചെറിയ ചൈനീസ് ഇതിന്റെ വലിയ മോഡലാണ് ഇത്. മോളിലുള്ളതോ? മോളിലുള്ള ഒരു ഡാൻസിങ് ഇതാണ്. ഇതും അതേ മോഡലാണ്. സെയിം അല്ലേ? ഇതാകുമ്പോ 10 പീസ് ഉണ്ടാവും, ഇതാകുമ്പോ 5 പീസ്. ഓക്കെ. ഇത് അതിന്റെ ചെറുതല്ലേ? അതേപോലെ ഇത് പൂക്കിറ്റ് മോഡലാണ്. ഗോൾഡൻ കളർ, സിൽവർ, മൾട്ടി കളർ, അങ്ങനെ അതിന്റെ കുറച്ച് ഡിഫറെന്റ് കളർ വേർഷൻസ് ഉണ്ടല്ലേ. ഇതൊക്കെ എങ്ങനെയാ നമുക്ക് ചൈനീസ് ഐറ്റംസ് ഒക്കെ ഏകദേശത്തിലാണ് സ്റ്റാർട്ടിങ് വരുന്ന റേറ്റ്? സ്റ്റാർട്ടിങ് ഒരു 120 ആണ്. 120 മുതൽ നമുക്ക് ചൈനീസ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? 200 പ്ലസിന്റെ മുകളിലേക്ക് വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലേ. അത് ഇപ്പം നിങ്ങൾ നോക്കേണ്ട റേറ്റ്, കാരണം ഓരോ സമയം ഓരോ ഐറ്റംസ് ആണ് ഉണ്ടാവില്ല. വേറെ വിളിച്ചും കൂടി നോക്കണം. ബ്രാൻഡ് ഡിഫറൻസ് ഉണ്ട് എല്ലാം. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ നോക്കാറുണ്ട് മീനി ആയിരിക്കും, ചീമാല, രമേശ്, അരുൺ, അങ്ങനെ കുറെ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ്. അങ്ങനെ ലോക്കൽ ഐറ്റംസ് ചെയ്യുന്നില്ല അല്ലേ? അതൊന്നും ചെയ്യലില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നോക്കാം, മുകളിലേക്ക് നോക്കാൻ തന്നെ നമ്മളെ റോക്കറ്റ്, നമ്മളെ എലിവാൺ ഐറ്റംസ് അല്ലേ. ഓക്കെ. അത് നമ്മളിവിടെ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ എലിവാൺ, ഇതിന്റെ ചെറുതല്ല, ഏറ്റവും ചെറുത്. അതിന്റെ ഏറ്റവും ചെറുത്. ഇത് ജസ്റ്റ് ഒന്ന് മുകളിൽ പോയിട്ട് പൊട്ടുന്ന മാത്രം, അങ്ങനത്തെ ഐറ്റംസ് അല്ലേ? ഓക്കെ. പിന്നെ അതിന്റെ വലുത് ഏതായിരുന്നേ? ഇപ്രാവശ്യത്തെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു അല്ല, ഇത് വരുന്നതാണ്. ഓരോ ഡിഫറെന്റ് 2-3 മോഡൽ ഉണ്ട്. അതാണ് ഇത്. ഇതിൽ ഓരോ മോഡലാണ് ഡിഫറെന്റ്. 2 സൗണ്ട് 2 പൊട്ട് കിട്ടുമല്ലോ മോഡൽ. അതേപോലെ വേറെ ഒരു ഫംഗ്ഷൻ ആണ് ഇത്, റോക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അങ്ങനെ 2-3 വെറൈറ്റി റോക്കറ്റിലും വന്നിട്ടുണ്ട്.
പിന്നെ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ പിള്ളേർ ചെറിയ പിള്ളേർക്കൊക്കെ പറ്റിയ പെൻസിൽ പോലത്തെ സാധനം ഇല്ല അല്ലേ? ഇതാ ഇത് ഈ സാധനം ഇതാ നമ്മുടെ റോബിന്റെ തീവണ്ടി അതന്നെ. അതിന്റെ ഓരോ മോഡലുണ്ട്. അതാ ചെറുത് ഇതല്ലേ? അതിനകത്താകുമ്പോ 3 in 1 ഇതിൽ എത്ര ബോക്സ് പീസ് വരിക? 10 പീസ് വരും. 10 പീസ് അല്ലേ? എല്ലാത്തിലും 10 പീസ് തന്നെ. അതേപോലെ അതിൽ കുറച്ചും കൂടി വലിയ മോഡലാണ് ഇത്. എല്ലാം റോബിൻ ബ്രാൻഡ് ആണല്ലേ? അതെ, റോബിൻ ബ്രാൻഡ്. ഇതിലും 10 ബോക്സ് ഉണ്ടാവും. 10 ബോക്സ് ഉണ്ടാവും. സൈസ് ഡിഫറെന്റ് ആയിരിക്കും. അതേപോലെ ഇതാകുമ്പോൾ കുറച്ചും കൂടി വലുത്. ഇതാകുമ്പോൾ 5 in 1 ആണ്. 5 മോഡൽ സാധനം ഉണ്ടാവും. അങ്ങനെ. ഓക്കെ. ഇത് എങ്ങനെയാ തീപ്പെട്ടിക്ക് എങ്ങനെയാ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ടിങ് 50 രൂപ. പീക്കോക്ക് നോക്കാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ 2-3 കൊല്ലമായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് 2-3 വെറൈറ്റി ഉണ്ടല്ലേ? 3 വെറൈറ്റി അല്ലേ? ഓക്കെ. ഇതൊരു ബ്ലൂ കളർ ബ്രാൻഡ് അല്ലേ? ഓക്കെ. മീനാന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ആണിത്. ഇത് അത്യാവശ്യം ടൈമിംഗ് ഉള്ള ഐറ്റം. ഇത് കാണാനും നല്ല രസമായിരിക്കും അല്ലേ? മൾട്ടി കളർ കാണാനും നല്ല അല്ലേ? മൾട്ടി കളറാണ് വരുന്നത്. ഇത് ട്രൈ കളർ 3 കളറാണ് ഉണ്ടാവുക. ഇതാകുമ്പോൾ ഗോൾഡൻ കളർ 3 ഔട്ടാ അല്ലേ? 3 സൈഡും 3. ഇത് അതിന്റെ ഗോൾഡൻ കളർ മയില് പീലി വിടർത്തി പോലെ ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇനി ഇതെന്താ? ഇത് വേറെ ഇതന്നെ ഗോൾഡും ഉണ്ട്, അതിന്റെ സിൽവറും ഉണ്ട്. ബ്രാൻഡ് വ്യത്യാസമാണ്. അപ്പൊ റേറ്റിനും കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. അങ്ങനെ. പിന്നെ അതിന്റെ ഒക്കെ ഒരു വലിയ സൈസ് ഇത് അവിടെ ഉണ്ട്. ഇതിന്റെ അതിന്റെ കുറച്ചുകൂടെ വലുതാണ്. ഈ പീകോക്കിലേക്ക് നോക്കാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത്? ഒരു 170 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. 170 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടല്ലേ? പിന്നെ ബ്രാൻഡ് മാറുമ്പോൾ അങ്ങനെ റേറ്റ് വ്യത്യാസം ഉണ്ടാകും. പിന്നെ അതേപോലെ നമ്മൾ മുകളിലേക്ക് നോക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെയും കുറച്ച് നമുക്ക് ഇവിടെ കുറച്ച് ചൈനീസ് ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടതിന്റെ കുറച്ച് വെറൈറ്റീസ് അല്ലേ? അതിന് തന്നെ ആ ഒരു ഓൾമോസ്റ്റ് ഫംഗ്ഷൻസ് ഒക്കെ ഏകദേശം സെയിം ഉള്ളതും കുറച്ച് വ്യത്യാസമുള്ളതൊക്കെ മൾട്ടി കളർ ആയിരിക്കും. അങ്ങനെ. അതേപോലെ ചറവറേന്റെ വേറെ മോഡലാണ് അത്. ഇതല്ലേ ചെറുതെന്ത് സാധനം? അത് നമ്മുടെ ചെറവറേന്റെ കളർ മോഡലാണ്. അതിന്റെ റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. റെഡ് ഗ്രീൻ ഈ രണ്ടല്ലേ? ഓക്കെ. അതും മീന ബ്രാൻഡിന്റെ കേട്ടോ. പിന്നെ മോളോടേക്ക് നോക്കാന്നുണ്ടെങ്കിൽ നമ്മളെ ഷോർട്ടുകളിലേക്ക് പോവാം. ഷോർട്ടുകൾ നോക്കാന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം കുറച്ചുകൂടെ വെറൈറ്റീസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നോക്കാൻ ഇപ്രാവശ്യം കുറച്ചുകൂടെ വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചയുള്ള സാധനങ്ങൾ തന്നെയാണ്. നമ്മൾ ആ ഒരു മോഡൽസ് തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയുള്ള മോഡൽ തന്നെയാണ്. 12 ഷോട്ട് ഉണ്ട്, 18 ഷോട്ട് ഉണ്ട്. ഷോട്ട് നമുക്ക് എത്ര മുതൽ 12 6 മുതൽ സ്റ്റാർട്ട് ആണല്ലേ? അതിന്റെ റേറ്റ് സ്റ്റാർട്ടിങ് 150 വരുന്നത്. 150 മുതലാണ് 12 ഷോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിൽ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ക്രാക്ലിംഗ് മാത്രം വരുന്നുണ്ടല്ലേ? ഓക്കെ. വിരിയുന്ന ടൈപ്പ് ഒക്കെ 18 മുതൽ. ഓക്കെ. 18 ഈ ഒരു ടൈപ്പ് മുതലാണ് വിരിയുന്ന ടൈപ്പ്. അത് ചീമ ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടാവും. അത് ക്വാളിറ്റി ഉണ്ട്, ഫസ്റ്റ് ക്വാളിറ്റി അല്ലേ? പിന്നെ അതേപോലെ നമുക്ക് പിന്നെ ഷോർട്ടില്ല. പിന്നെ 30 ഇവിടെ അല്ലേ? ഇതെവിടെയാണ് നമ്മൾ 30 ഷോട്ട് ഉള്ളത്. 30 ഷോട്ട് നമുക്ക് വിരിയുന്ന ടൈപ്പ് തന്നെയാണോ അതോ മറ്റേ എല്ലാം വിരിയുന്ന അല്ലേ? ആണല്ലേ? 30 ഒക്കെ ഏകദേശം എത്ര നമുക്ക് പ്രൈസ് സ്റ്റാർട്ടിങ് അല്ലേ? സ്റ്റാർട്ടിങ് പ്രൈസ് 400 വരുന്നുണ്ട്. അതിപ്പോ നിങ്ങളിപ്പോ വിഷുവിനെ അടുപ്പിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സാധനം ഉണ്ടാവുന്നില്ല. അല്ല അതിന് മുമ്പ് പോവല്ലേ? അത്രയും ഡിമാൻഡുള്ള സാധനമാണ്. പിന്നെ 25 ഉണ്ടല്ലേ? ഇത് വെറൈറ്റി ആണ്. ചറവറ ആയിട്ട് പോയിട്ട് പൊട്ടുന്നതാണ്. അത് വിരി അത് മോള് പോയിട്ട് അത് പോകുമ്പോ തന്നെ ചറവറ പോലെ അങ്ങനെ നല്ല ക്രാക്കിംഗ് ആയിട്ട് പോയിട്ട് പൊട്ടി വിരിയുന്ന അങ്ങനെ. ഇതിപ്പോ നമ്മളിപ്പോ ഇറക്കിയ സാധനമാണ് 60 ഷോട്ട്. വേറെ അതിന് വേറൊരു വെറൈറ്റി അല്ലേ? അങ്ങനെ. പിന്നെ ഇനി നമുക്ക് ഷോട്ടിൽ പറയാനുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെ ഏറ്റവും വലിയ ഷോട്ടുകളുണ്ട്. അതിൽ നമുക്ക് 120 വരുന്നുണ്ട് അല്ലേ? 120 ഷോട്ട്. അതിൽ തന്നെ ഇത് 100 ഡാർക്ക് ഫാന്റസി. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഇത് നമുക്ക് 100 പീസ് വരുന്ന ഒരു ബോക്സ് ആണ്. അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ ഉണ്ട്. ഓറഞ്ച് ബ്രാൻഡ് തന്നെയാണ്. ഇത് മീനേന്റെ 120 ഷോട്ട് വരുന്ന കേട്ടോ. ഇതും എല്ലാം പൊട്ടി വിരിയുന്ന ടൈപ്പ് തന്നെ അല്ലേ? ഓക്കെ. അങ്ങനത്തെ ഔട്ടുകളാണ്. പിന്നെ അതിന്റെ ഏറ്റവും വലിയ സാധനം ഇതിപ്പോ ഇനിയും കുറച്ച് സ്റ്റോക്ക് വരാണ്ടല്ലോ. ഇതിപ്പോ ഒന്നാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ബാക്കി കുറച്ച് വേറെ മോഡല് ഗോഡൗണിലുണ്ടല്ലോ. ബ്രാൻഡിന്റെ വേറെയും ബ്രാൻഡ് വരാനുണ്ട് ഉണ്ടല്ലേ? ഈ ഒരു ബ്രാൻഡിന്റെ മീനല്ലേ? ഓക്കെ. 240 അല്ലേ? ഇത് നമുക്ക് ഏകദേശം എത്ര ടൈമിംഗ് കിട്ടും? ഇത് ടൈമിംഗ് ഒരു 10 മിനിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിലും അധികം ഉണ്ടാവും. ഓക്കെ. ഈ 30 ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കാറ്റഗറിയിൽ വരുമ്പോ എങ്ങനെയാ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? റേറ്റ് 1900 ആണ് ഇപ്പോൾ ഉള്ളത്. 1700 വരുന്നുണ്ട് ഉണ്ടല്ലേ? ഓക്കെ. അങ്ങനെയാണ് ഈ ഒരു ഷോട്ടിന്റെ ഒക്കെ ഒരു കാറ്റഗറി വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം വന്നിട്ട് ഒരു കിഡിലൻ വെറൈറ്റി ഐറ്റം ഉണ്ട്. അത് ഷോട്ടിൽ വരുന്നത് നമ്മളിപ്പം റീലിലൊക്കെ കണ്ടിട്ടുണ്ട്. ട്രെൻഡിങ് നിൽക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു കണ്ടോ? എന്നാ സാധനം റെയിൻബോ ബ്ലാസ്റ്റ് അല്ലേ? ഓറഞ്ച് ബ്രാൻഡിന്റെ. ഇത് 77 ഷോട്ടാണ്. 77 ഒരു അടിക്ക് 7 എണ്ണം പോകുന്നതാണ്. 7 18 പോകും. ഓരോ സൈഡിലേക്ക് ഇങ്ങനെ വിരിഞ്ഞ് ഇങ്ങനല്ലേ? നമ്മള് റീലൊക്കെ ഇപ്പം കണ്ട ആ ഒരു ടൈപ്പ്. ആ ഒരു ആർക്ക് പോലെ പോകുന്ന സാധനമാണ് ഇത്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. നല്ല സാധനം. പക്ഷെ അത് കാണാൻ നല്ല ടൈമിംഗ് ഉണ്ടാവില്ല. അത്യാവശ്യം ഒരു 77 ഷോട്ട് ഒറ്റ സിംഗിളില് ഒരു ടൈം 7 എണ്ണം പോകും. 7 എണ്ണം പോകുന്ന സാധനം 11 ഓട്ടം പോകും.
ഓക്കെ ഓക്കെ, അത് നല്ലൊരു കിടലൻ സാധനം കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ വലിയ വലിയ ഔട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞല്ലേ അല്ലേ, നമുക്ക് ഷോർട്ട് ഓൾമോസ്റ്റ് ഇതാ 120 പറഞ്ഞു, 240 പറഞ്ഞു, ഇപ്പം വന്ന വെറൈറ്റി പറഞ്ഞു. പിന്നെ നമുക്ക് ഇനി വരുന്നത് നമുക്ക് ഷോർട്ടിന്റെ കാറ്റഗറി ഓൾമോസ്റ്റ് പറഞ്ഞു, പിന്നെ കുറച്ച് ഐറ്റംസ് വരാനുണ്ട്. പിന്നെ നമുക്ക് നോക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ആസ് യൂഷ്വൽ ഉള്ള സാധനങ്ങൾ ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട്. ഹെലികോപ്റ്റർ ഒക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലത്തെ ഹെലികോപ്റ്റർ സാധനം ഇങ്ങനെ കറങ്ങി പോകും അല്ലേ. രണ്ടാണ്. ഇത് പുതിയ ബ്രാൻഡാണോ അല്ലേ? ഇത് പുതിയ ബ്രാൻഡിന്റെ ഒരു ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം. ഹെലികോപ്റ്റർ എന്താ വെച്ചാൽ നോർമലി നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തെങ്ങിന്റെ ഐറ്റം വരെ പോലെ. ഇതിൽ 2 കളർ വരുന്നുണ്ടെന്നോ അല്ലേ? ഇത് ഇപ്പൊ റെഡ് ഗ്രീൻ ഓരോന്നായിട്ട് അങ്ങനെ കത്തുന്നതാണ്. നല്ല ഹൈറ്റ് പോകും. നല്ല ഹൈറ്റ് പോകും. അപ്പൊ അങ്ങനെ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ വരുന്നത്? വേറെ മേലെ ഈ മോഡൽ, ഇത് ചെറിയ ഷോർട്ടിന്റെ ടൈപ്പ് അല്ലേ? നമ്മളെ വലിയ ബോക്സിന്റെ ചെറിയ സാധനം. ഇതൊക്കെ ചീമാന്ന് പറയുന്ന ബ്രാൻഡ്. ഇങ്ങനത്തെ ഒക്കെ എത്ര നമുക്ക്? ഇത് 5 പീസ് അല്ലേ ഒരു ബോക്സ്? ഒരു ബോക്സിൽ 5 പീസ്. അതിന്റെ പലതരം മോഡൽ ഉണ്ട്. ഇത് വൈറ്റ് ഉണ്ട്, ഗോൾഡൻ, ഇത് ബ്ലൂ ഇത് സിൽവർ. അതേപോലെ ഇത് മൾട്ടി കളറാണ്. 5 കളറായിരിക്കും അല്ലേ? പെൻഡാ കളർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വരുന്നുണ്ട്. പിന്നെ ഇത് ഫ്ലവർ പോട്ട് അല്ലേ? ഇത് ചൈനീസ് ഐറ്റംസ്. ഓക്കെ 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 ഓക്കെ. പിന്നെ ഹെലികോപ്റ്റർ കുറേ ഇങ്ങനെ സ്റ്റോക്ക് കിടപ്പുണ്ട്. പിന്നെ അതേപോലെ വേറെ ഒരു മോഡലാണ് ഇത്. ഇത് ഇപ്രാവശ്യം വന്നാന്ന് തോന്നല്ലോ. അല്ല, കഴിഞ്ഞ കൊല്ലം ഉണ്ടായി. പക്ഷെ ഇത് വേഗം തീരും. ഇത് ആൾക്കാർ കണ്ടതിന് വേഗം എടുക്കുന്ന ഓറഞ്ചിന്റെ അല്ലേ? ഇതെന്താ ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്താ? ഇതും മേലെ പോയി പൊട്ടി വിരിയുന്ന തന്നെയാണ്. വിരിയോ ഇത്? ചെറുങ്ങനെ ഒരു മീഡിയം സൈസ്. മീഡിയം പെട്ടെന്ന് തീരുമല്ലേ? ഇല്ല ടൈമിംഗ് ഉണ്ടാവില്ല അങ്ങനെ. ഓക്കെ 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 ഓക്കെ. പിന്നെ അതേപോലെ നമുക്കിനി ഈ ഒരു ഏരിയയിൽ ഇതിന്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഹെലികോപ്റ്ററിന്റെ ഇതിന്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്. വേറെ ബ്രാൻഡ്. പിന്നെ ഇതെന്താ? അത് സ്മോക്കാണ്. ഇത് നമ്മളെ വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ? ഓക്കെ ഓക്കെ. ഇതെത്ര പീസ്? 5 ഇത് 3 പീസ്. ഓക്കെ 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 ഓക്കെ. പിന്നെ റേറ്റ് പറയാൻ പറ്റും ഹെലികോപ്റ്റർ എങ്ങനെ ഏകദേശം സ്റ്റാർട്ടിങ് 120 പോലെ അല്ലേ? 120 പോലെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷോർട്ടുകളിൽ നോക്കാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ 150 റേഞ്ചാ വരുക. ഓരോ ബ്രാൻഡ് മാറുമ്പോൾ മാറിക്കൊണ്ടിരിക്കും അല്ലേ? മാറുന്നുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ ഈ ഒരു ചെറിയ ഷോട്ടുകളുടെ റേറ്റ്. ഇതിന്റെ വേറെയും കുറച്ച് വെറൈറ്റി ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ ഇവിടുന്ന് നമുക്ക് വിട്ടു തന്നെ ഇതെന്ത് സാധനം? മറ്റേ ഫോട്ടോ ഫ്ലാഷ് അല്ലേ? ഫോട്ടോ ഫ്ലാഷ് ആണ്. നമ്മുടെ ക്യാമറ പോലെ ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ടൈമിംഗ് ഉണ്ടാവും, പക്ഷെ കണ്ണടിച്ചു പോലെ ഒരു നമ്മളെ സാധാ ഫ്ലാഷ് അടിക്കുന്ന പോലെ തന്നെ, പക്ഷെ നല്ല ടൈമിംഗ് ഉള്ള സാധനം ഇത്. അതുണ്ട്. പിന്നെ പെൻസിലല്ലേ? അത് നമ്മളെ ചെറിയ പിള്ളേർക്കൊക്കെ പറ്റിയ സാധനം പെൻസിലുണ്ട്. ഇതേപോലെ കാണാം. ഇതും അത്യാവശ്യം ചെറിയ ടൈമിംഗ് ഉള്ള സാധനം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഇത് ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മളെ ഫ്ലവർ പോട്ട്, പൂക്കുറ്റിയും അതേപോലെ സ്കൈ ഷോട്ടും വലിയ ഐറ്റംസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂക്കുറ്റിയുടെ തന്നെ തുടങ്ങാം അല്ലേ? ഇത് നമ്മളെ ചെറിയ സാധനമാണ്. ഇത് നല്ല ടൈമിംഗ് ഉള്ള ടൈമാണ്. ഇതൊരു മൾട്ടി കളർ. ഇത് മഡ് കൊണ്ട് ഉണ്ടാക്കിയതാണല്ലേ? ഓക്കെ ഓക്കെ. ഇത് മൾട്ടി കളർ ഇതാണ് സ്റ്റാർട്ടിങ് വേരിയന്റ് വരുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിങ് ഇതാണല്ലേ? പിന്നെ അതിൽ വലുതുണ്ട്. ഗോൾഡൻ കളറാണ്. ഒരു ബോക്സിൽ 5 ഉണ്ടല്ലോ ഇത്? 5 പീസ് ഉണ്ടാവും. ഇത് ഗോൾഡൻ കളർ. ഇത് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കല്ലേ തീ കൊടുക്കണേ? കമ്പിത്തിരി കാണിച്ചാൽ മതി അല്ലേ? ഓക്കെ ഓക്കെ. ഇത് അതിനും കാട്ടി കുറച്ചുകൂടെ ടൈമിംഗ് ഉണ്ടാവല്ലോ? വീരിയല്ലേ? ഓക്കെ. ഇങ്ങനത്തെ ഒക്കെ എങ്ങനെയാ ഏകദേശം ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരുന്നത്? 100 നമ്മളെന്തായാലും എസ്റ്റിമേറ്റ് കറക്റ്റ് പ്രൈസ് പറയാന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ വരുന്ന ടൈമിൽ ചിലപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാകണമെന്നില്ല. ബ്രാൻഡ് ഡിഫറൻസ് ഉണ്ടാവും. കാരണം ഇപ്പോൾ വിഷു ഒക്കെ ആനാകുമ്പോൾ ഈ കാണുന്നതായിരിക്കുമല്ലോ ഫുള്ള് ഇപ്പം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ കറക്റ്റ് റേറ്റ് പറയാതെ. അപ്പോൾ ഇത് പൂക്കിറ്റതാ 2-3 വെറൈറ്റീസ് ഇങ്ങനത്തെ ഉണ്ട്. ഇതിൻ്റെ വേറെ ഉണ്ട്? ഇതിൻ്റെ വലുതുണ്ടോ? ഇല്ല, ഇത് രണ്ടെണ്ണം ആളാന്നില്ല. പിന്നെ അതേപോലെ ഇനി ഇപ്പുറത്തേക്ക് നോക്കാന്നുണ്ടെങ്കിൽ ഇതെന്താ? ചക്കര അല്ലേ? നല്ല ഇതാണ്. ഇത് പ്ലാസ്റ്റിക് ഇത് വരുന്നതാണ്. നല്ല സ്പീഡ് കറങ്ങുകയും ചെയ്യും. ചക്രത്തിന്റെ സ്റ്റാർട്ടിങ് ഇതല്ലോ? ചെറുതില്ല. ചക്ര സ്റ്റാർട്ടിങ് 50 റുപ്യ മുതലുണ്ട്. 50 റുപ്യ മുതൽ അപ്പത്തുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ വരുന്നത് എന്താ? ഇത് നമ്മളെ ചറവറ നോർമൽ ചൈനീസ് ആണ്. അതിന്റെ മോഡലാണ് ഇതെല്ലാം. അതിന്റെ മോഡൽ ഇത്. അതിന്റെ ഇതെന്താ? സ്മോൾ ഒരു മീഡിയം സൈസ്. ഇതാകുമ്പോൾ കുറച്ചും കൂടി ബ്രാൻഡ്. ഇത് ഓപ്പൺ ആക്കിയ അതേപോലെ ഇത് വേറെ ബ്രാൻഡ്. പാക്കിംഗ് ഒക്കെ മാറിയില്ലേ? അതെ അതെ. ഇത് ഇത് മീനിന്റെ കുറേയായി ഇത് വരുന്നത്. ഇത് കഴിഞ്ഞ നമ്മൾ മുന്നത്തെ കൊല്ലം നമ്മൾ പരിചയപ്പെട്ടില്ല. അതിന്റെ വേറൊരു സാധനം. ഇത് നല്ല അത്യാവശ്യം ചെറിയ ടൈമിംഗ് ഉള്ള സാധനം കേട്ടോ. ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന സാധനമാണ്. പിന്നെ അതേപോലെ വേറെന്താ? ഇത് അതിന്റെ വേറൊരു വേരിയന്റ് അല്ലേ? സെയിം സാധനം തന്നെ. നമ്മൾ കിറ്റ്കാറ്റ് എന്ന് പറഞ്ഞിട്ട് ക്രാക്ക് ജാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം. ബ്രാൻഡ് മാറിയുന്നുണ്ട്. അതിന്റെ പാക്കിംഗ് അങ്ങനെ ഡിഫറൻസ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചക്രത്തിലേക്ക് നമുക്ക് വരാം. പിന്നെ മുകളിലേക്ക് നോക്കുമ്പം ഷോർട്ട് നമ്മൾ നേരത്തെ കണ്ട ഇതേപോലത്തെ ഷോർട്ടുകളാണ് ഈ ഒരു റാക്ക് മൊത്തം ഉള്ളത്. അതിൻ്റെ കുറേ ഡിഫറെൻറ്റ്. സൺഷൈൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഉണ്ട്.
എല്ലാം 5 പീസ് വരുന്ന സാധനങ്ങളല്ലേ? ഇതിൽ 7 വരുന്നുണ്ടോ? ഇത് 7 ഷോട്ട് അല്ല 5 പീസ് ആണ്. 7 ഷോട്ട് ഒന്നില് 7 7 പൊട്ടും ഇങ്ങനെ. ഇത് സിൽവർ, ഗ്രീന്, അതിന്റെ ഗ്രീൻ. ഇത് നോർമലി ഇതേപോലെ ചെറുങ്ങനൊന്നും വരില്ലേ? അതെ അല്ല ഇത് നല്ല അത്യാവശ്യം നല്ല വിരിച്ചലുണ്ടാവും. നല്ല കുറച്ച് വലിയ മോഡലാണ്. അതിന്റെ ഒരു സാമ്പിൾ ഒന്ന് കാണാലോ. ഇതേപോലത്തെ ഓരോ സിംഗിൾ ഷോട്ടാണ് വരുന്നത്. ഇത് നല്ല സാധനമാണ്, അത്യാവശ്യം വിരിയും, ഒന്ന് ടൈമിംഗ് ഉള്ള ഒരു സാധനമാണിത്. സൺഷൈൻ ബ്രാൻഡിന്റെ ഇതേപോലെ തന്നെ കേട്ടോ ഇതൊക്കെ കാണുന്നൊക്കെ. അതിന്റെ ഗ്രീൻ ഉണ്ട്, ഇനി അതിന്റെ പറഞ്ഞ പോലെ മൾട്ടി കളർ 7 കളർ വരുന്നത് അല്ലേ, 7 ഷോട്ട് കളർ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണുള്ളത്. ചക്ര നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചക്ര ഉണ്ടല്ലേ, നമുക്ക് ബിഗ് എന്താ ഏറ്റവും ചെറുത് സ്റ്റാർട്ടിങ് മീന ബ്രാൻഡിന്റെ സൈസ്. ഇതാണ് സ്റ്റാർട്ടിങ് വരും. ഇത് സ്റ്റാർട്ടിങ് 50 രൂപയാണ് സ്റ്റാർട്ടിങ്. 50 രൂപ മുതലാണ് ചക്രത്തിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അതിന്റെ വലുത് ഇതാ, അതിന്റെ വലുത് ഇതാ വരും. ഇതല്ലേ ഈ ഒരു മോഡൽ. ഓക്കെ, ഇത് മീന ബ്രാൻഡ് അല്ല, എല്ലാം ബ്രാൻഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് മീന ബ്രാൻഡ്. ഇത് നമുക്ക് എങ്ങനെയാ മറ്റേ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് മറ്റേ അടിയിൽ പ്ലാസ്റ്റിക്കിന്റെ ഇത് വരുന്നതാ? അല്ല, ഇത് പേപ്പർ ആണ്, നോർമൽ അല്ല. പ്ലാസ്റ്റിക്കിന്റെ വേറെ പ്ലാസ്റ്റിക്കിൻ്റെത് നേരത്തെ നമ്മൾ കണ്ട അതല്ല. ഇത് പിന്നെ അതിന്റെ കുറച്ചുകൂടെ വലുത്, കുറച്ചും കൂടി വലിയ മോഡലാണ്. ഇത് അത്യാവശ്യം നല്ല ടൈമിംഗ് ഉള്ള സാധനം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടൈമിംഗ്. ഇത് പ്ലാസ്റ്റിക് വരുന്നല്ലേ? ഇത് പ്ലാസ്റ്റിക് അത്യാവശ്യം നല്ല ടൈമിംഗ് ഉള്ള സാധനം. 10 എണ്ണല്ലേ ഒരു ബോക്സിൽ? 10 പീസാണ് ഒരു ബോക്സിൽ വരുന്നത്. അതിന്റെ വലുതുണ്ടോ? ഇതാണ് ഏറ്റവും ടോപ്പ് വലുതുള്ള. ഇതുകൊണ്ട് പിന്നെ ഈ പുതിയ മോഡൽ എന്ന് പറയാൻ ഇതുണ്ട്. ഏത് മോഡല്? ഇതും പ്ലാസ്റ്റിക് തന്നെ വരുന്നു, അതുകൊണ്ട് നല്ല വൃത്തിക്ക്. ഇത് പ്ലാസ്റ്റിക്, ഇത് വലുതല്ല, ഓൾമോസ്റ്റ് സൈസ് ഒക്കെ സെയിം അല്ലേ? ടൈമിംഗ് ഉണ്ട്, നല്ല ടൈമിംഗ് ആണ്. ഓക്കെ, സ്പിന്നർ എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇപ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഇതൊക്കെ പെട്ടെന്ന് തീരുമല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് നേരത്തെ കണ്ടതിന്റെ പോലത്തെ ഷോർട്ട് വേറെ ഇതാണ് ഈ കാണുന്ന സംഭവം. 3 പീസ് ഒരു ഒരു ബോക്സിൽ 3 പീസ് ഉണ്ടാവുക. ചീമ ബ്രാൻഡ്. അതേപോലെ ഈ 3 പീസ് ആകുമ്പോൾ 3 കളറുള്ള എല്ലാം ഉണ്ട്. അങ്ങനെ ഈ ഒരു ബോക്സിൽ തന്നെ ഇങ്ങനത്തെ 3 എണ്ണം ഉണ്ടാവും. 3 കളറായിരിക്കും. അതേപോലെ വേറെയും കുറെ റെഡ് ഉണ്ട്. ഓരോ മോഡലാണ് ഇതില്. ഇത് 3 കളർ, അതിലും 3 കളറില്ല. കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു സെക്ഷൻ നമ്മൾ നോക്കി. പിന്നെ നമുക്ക് നോക്കാന്നുണ്ടെങ്കിൽ നമ്മളെ മെയിൻ ഏരിയ എത്തി, പൂക്കുറ്റി, പിന്നെ നമ്മളെ പച്ചക്കട്ടിന്റെ ഏരിയ. അപ്പോൾ പൂക്കുറ്റിലേക്ക് നോക്കാന്നുണ്ടെങ്കിൽ സ്മോൾ ഇതല്ലേ സ്റ്റാർട്ടിങ്? ഇത് ഇതല്ലേ? ഇത് ഏറ്റവും ചെറുതാണ്. ഇതാ ചെറിയ സാധനം കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ്. പൂക്കുറ്റിയൊക്കെ എങ്ങനെയാ റേറ്റ് ഇപ്രാവശ്യം? റേറ്റ് കൂടിനോ അതോ? ഇല്ല, സെയിം റേറ്റ് ആണ്. ഇത് 60 രൂപയാണ് വരുന്നത്. ഇതിലും താഴ്ന്ന വരും, 50 രൂപയും വരുന്നുണ്ടല്ലേ? സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. എത്ര? 50 രൂപ അല്ല സ്റ്റാർട്ടിങ് വരുന്നത്? 50 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നത്. അതിപ്പോ നമ്മളൊരു കണ്ട സൈസ്, അതിന്റെ വലുത് ഇതാ? അതിന്റെ വലുത് സാധനം. ഇത് രണ്ട് സെയിം സൈസ് തന്നെ ആണല്ലേ? ഇത് കുറച്ചുകൂടെ വലുത്, അതിനെക്കാട്ടി ഒരു പൊടിക്ക് വലുതാണ്. പിന്നെ നമുക്ക് വരുന്നതാ ഇതല്ല, ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടില്ല അങ്ങനെ കേട്ടോ. ചെറുതൊന്നും ഇങ്ങനെ വലുതിലേക്ക് ഇങ്ങനെ പോവാണ്. ഇവിടെ ഏറ്റവും വലുതുണ്ട്. ഇതൊക്കെ പിന്നെ നമ്മൾ നോർമൽ മീഡിയം സൈസ്. ഇത് അതിൻ്റെ കുറച്ച് വലുത്, ഇത് അതിനും വലുത്, അങ്ങനെ കുറച്ച് സൈസ് ഇങ്ങനെ കൂടി വരുന്നതാ. അതാ ഇത് പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തേൽ വരുമ്പം 5 പീസാണ് അല്ലേ ഉണ്ടാവും ഒന്നിൽ. ഇങ്ങനത്തെ ഇതെല്ലാം 5 പീസ്. ഇത് 10 ഉണ്ടല്ലേ? ഓക്കെ. ഒന്നെടുത്തൊന്ന് നമുക്ക് നോക്കാം. ഇത് 5 പീസ് അല്ല? 5 പീസ് വരുന്ന സാധനമാണ്. ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല ടൈമിൽ. ഇത് മൾട്ടി കളറാ? ഗ്രീൻ കളറല്ലേ? ഓക്കെ. ഇത് വേറൊരു വെറൈറ്റി, അതും മീന ബ്രാൻഡിന് തന്നെയാണ്. പിന്നെ നമുക്ക് വരുന്നത് ഏതാ? പിന്നെ വരുന്നത് ഈ കാണുന്നതാണ്. ഇത് മീന ബ്രാൻഡാണ്. നോർമലാണ്, പക്ഷെ കുറച്ചും കൂടി സൈസ് കൂടിയത്. ഇത് മൾട്ടി കളറാ? അല്ല, നോർമൽ അല്ലേ? അതേപോലെ ഇതാണ് വലിയ മോഡലിൽ ഏറ്റവും വലുത്. ഇതും ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം സൈസ് ആണ്. ഓക്കെ. ഇത് നല്ല ടൈമിംഗ് ഉണ്ടാവും. ചീമ ബ്രാൻഡ്. അപ്പോൾ പറയേണ്ട കാര്യമില്ല, അത്യാവശ്യം നല്ലോണം തന്നെ വർക്കിംഗ് ഉണ്ട്. റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെയാണ് പൂക്കുറ്റിയുടെ ഒരു സെക്ഷൻ വരുന്നത്. അതിലും എന്നും വരാണ്ടോ? വെറൈറ്റി വരാണ്ടോ? ഇല്ല, പൂക്കുറ്റി ഓൾമോസ്റ്റ് ഇത് തന്നെയല്ലേ? സൈസ് ഇതിനും വലുത് വരുന്നില്ലല്ലോ? ഉണ്ടോ? സിംഗിൾ ഉണ്ടല്ലേ? സിംഗിൾ വരുന്നുണ്ട്. ഇപ്പൊ വലുത് നോക്കാന്നുണ്ടെ നമുക്ക് ആ ഒരു സൈസ് കഴിഞ്ഞാൽ വലുതൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് എത്ര റേറ്റും അല്ല സ്റ്റാർട്ടിങ് വരുന്നത്? അങ്ങനെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലേ? വലിയ മോഡൽസ് സ്റ്റാർട്ടിങ് ഉണ്ട്. അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബോക്സ് പീസ് ആയിട്ട് ഇങ്ങനെ എടുക്കാല്ലേ. ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ താഴേക്ക് നോക്കാം. താഴെ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ നമ്മളെ പച്ചക്കെട്ടിന്റെ ഒരു സെക്ഷനാണ് ഈ താഴെ ഇങ്ങനെ കാണുന്നത്. അതും ഈ അറേഞ്ച് ചെയ്തിട്ടുള്ള ചെറുതിന് വലുതിലേക്കാണ്. ഇതാണ് നമ്മൾ ചെറുതല്ല, ഏറ്റവും ചെറുതല്ലേ? ഓക്കെ. 40 സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ഇതെങ്ങനെ അത്യാവശ്യം സൗണ്ട് ഉണ്ടാവുക? ഒരു മീഡിയം സൗണ്ട്.
ഇത് പുതിയ ഓറഞ്ച് അല്ലേ? ഇത് മീഡിയം സൗണ്ടാണ്, മറ്റേ സാധാ നോർമൽ തിരി വരുന്ന ടൈപ്പാട്ട്. പിന്നെ അതേപോലെ ഇനി അതിൻ്റെ വലുത് മീനാൻ്റെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല, നോർമൽ ഇതിൻ്റെ തന്നെ കുറച്ച് സൈസ് കൂടിയ ടൈപ്പ് തന്നെ വരുന്നത്. സൈസ് ആകുമ്പോൾ ഒരു ഇത് വരും, ഹൾക്ക് എന്നിട്ടുള്ള മോഡലാ. ഏത് ബ്രാൻഡ് വരുന്നത്? മീനയാ? മീനാണ്. മീനല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാകുമ്പോൾ തിരി മാറിയല്ല, അത്യാവശ്യം നമുക്ക് ടൈം കത്തിച്ചിട്ട് പോകാനുള്ളൊരു ടൈം കിട്ടും. തിരി നല്ല സൗണ്ടുള്ള സാധനമാണ്. പിന്നെ ഇതിന് മറ്റേ റെഡ് കളറിലൊക്കെ വരുന്നുണ്ടോ? റെഡ് ഉണ്ട്, റെഡ് വരാനുണ്ട് ഇനിയും. റെഡ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് ഇതാണ്. ഇതല്ല അത്യാവശ്യം നല്ല സൗണ്ടല്ല, കുലുങ്ങലാണ്. ഇതെന്നാ മെഗാ റൈഡറാ? മെഗാ റൈഡർ. അപ്പോൾ റെഡ് കളറിൽ വരുന്നത്. ഇതിന്റെ തന്നെ പച്ചയുണ്ടല്ലോ? ഇതല്ലേ? പോസ്റ്റ് ബോംബ് ഏതപ്പം? പോസ്റ്റ് ബോംബ് ഒരു മീഡിയം മോഡൽ. ഇതിന്റെ ചെറുതാ? ചോപ്പിന്റെ ചെറുതാ? അതിന്റെ ഏകദേശം ഒരു പോലെ അല്ലേ? സൗണ്ട് എന്തായാലും ഇതൊക്കെ ഏകദേശം നല്ല സൗണ്ട് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതും പിന്നെ അഗ്നി 999 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, എൻ്റെ കയ്യിൻ്റെ അത്ര തന്നെ ഉണ്ട്, നല്ല സൗണ്ട് ആയിരിക്കും. പിന്നെ അതിൻ്റെ വലുതുണ്ടല്ലോ ഇത് ലേസർ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നല്ലേ? നല്ല സൗണ്ട് ആയിരിക്കും. ഇതൊക്കെ എങ്ങനെയാ പച്ചക്കട്ടൊക്കെ എങ്ങനെയാ സ്റ്റാർട്ടിങ് വരുന്നത്? സ്റ്റാർട്ടിങ് 40 വരുന്നു. 300 പ്ലസ് നല്ല സാധനങ്ങൾ ക്വാളിറ്റി വരുന്നത്. ഇതിന്റെ വലുത് വരുന്നില്ല? ഇല്ല, ഇതാ ഇപ്പോൾ ഉള്ളത് വലുത്. അങ്ങനെ ഇതും സെയിം തന്നെയാ ഈ സ്പൈഡർ? അതിന്റെ ഒരു വേറൊരു വെറൈറ്റി ബ്രാൻഡ് വ്യത്യാസം. അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണ് പച്ചക്കട്ടിൻ്റെ ഒരു സെക്ഷനിൽ. അതിൽ തന്നെ നമുക്ക് കുറേ റേഞ്ച്, കുറേ ഐറ്റംസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സിംഗിൾ ഔട്ടുകളാണ് ഈ മുകളിലേക്ക് കാണുന്നത്. അതിൽ നമുക്കിതാ ഒരു ബോക്സിൽ 3 എണ്ണം വരുന്നുണ്ടല്ലേ? 2 എണ്ണം വരുന്നതായിട്ടുള്ളുണ്ട്. പിന്നെ ഓരോ ഇങ്ങനത്തെ സിംഗിൾ വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ചീമയുടെ? ഇതൊക്കെ എങ്ങനെയാ? നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇതേപോലത്തെ ഐറ്റംസ്? ഇതിൻ്റെ കുറച്ചുകൂടെ വലുത്. നമുക്ക് ഇങ്ങനത്തെ ഷോട്ടുകൾ എത്ര ഏകദേശം സ്റ്റാർട്ടിംഗ് റേറ്റ് പറഞ്ഞ എത്ര? 200 തൊട്ടിട്ട് മോളിലേക്ക് അല്ലേ? അതിൽ തന്നെ ഇപ്രാവശ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമുള്ള ആ ഒരു ടൈപ്പ് തന്നെയാണ്. ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഇതിലാണ് കുറേ വെറൈറ്റീസ് ഉണ്ട്. നമ്മളിപ്പം എടുത്ത് വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇത് 2 എണ്ണം ഇങ്ങനെ എടുക്കാം. ഇത് ഐജാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പുതിയ മോഡലുണ്ട്. ഇത് എത്ര ഇഞ്ചാ? ഇത് 3.5 ഇഞ്ച്. 3.5 ഇഞ്ചിൻ്റെ അല്ലേ? ഇത് സിംഗിൾ ഔട്ടാണ്, നമ്മൾ അമ്പലത്തിലൊക്കെ പൊട്ടിക്കുന്ന പോലത്തെ വലിയ സാധനം. ഇത് അതിൻ്റെ വേറൊരു മോഡൽ ഐജാക്ക് എന്ന് പറഞ്ഞാൽ. ഇത് പൊട്ടി വിരിയുന്ന ടൈപ്പ് ഉണ്ട്, മറ്റേ കുറേ അല്ലേ, കുറേ ഇതള് പോലെ ഇങ്ങനെ പോകുന്ന സാധനല്ലേ? അത് ഓരോന്നും ഓരോ മോഡലായിരിക്കും. ഇത് ഇതന്നെ നല്ല ഇതിന്റെ വെറും സൗണ്ട് മാത്രമേ ഉള്ളിലുണ്ട്. ഇപ്പം കറന്റ് സ്റ്റോക്ക് ഔട്ടാണ്, വരും അതല്ലേ. പാരച്ചൂട്ടിന്റെ ഒരു സാധനല്ലേ പൊട്ടിയിട്ടിങ്ങനെ? അത് വരത്തില്ല. ഓക്കെ 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 ഓക്കെ. അതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതാ ഇത് മാജിക് കഫേ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇത് ആദ്യം ആ ഇമേജിലുള്ള പോലെ തന്നെ വിരിയുന്നു. നല്ല രസമല്ലേ? നമ്മൾ അമ്പലത്തിലൊക്കെ വിരിയുന്ന പോലെ നല്ല ഗോൾഡൻ കളറിൽ കുറേ ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വിരിയുന്ന ടൈന്. അതിന്റെ വേറെ ഇതെന്താ ഈ സാധനം? ഈ സാധനം അത് മൾട്ടി ഇതായിട്ട് പൊട്ടുന്നതാണ്. ഒറ്റ ഒന്നുണ്ടോ അതോ അല്ല മീൻസ് ഒറ്റ പൊട്ട പൊട്ടും? ഒന്ന് പോകും, എന്നിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ചെറുങ്ങനെ ചെറിയ സൈഡിലേക്ക് പോയിട്ട് പൊട്ടാൻ. ഓക്കെ ഓക്കെ. അങ്ങനത്തെ അതൊരു വെറൈറ്റി ആണ്. പിന്നെ ഇത് ഹോട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ ഒരു വെറൈറ്റി സാധനമാണ്. പിക്ചറിൽ കാണുന്ന അതേ ഫംഗ്ഷൻ തന്നെ നമുക്ക് കിട്ടുമല്ലോ എല്ലാത്തിന്റെ അടുത്തും. ഇതും ആ പറഞ്ഞ പോലെ തന്നെ ഇത് 3 എണ്ണം ഉണ്ടെങ്കിൽ 3 ഫംഗ്ഷൻ ആയിരിക്കും. ഇതാകുമ്പോൾ ഇതിന്റെ അകത്ത് 3 ഉണ്ടാവും. 3 ഇപ്പൊ ഇതിന്റെ അകത്ത് പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഓൾമോസ്റ്റ് ഉണ്ടാവും. ഇതാകുമ്പോ സിംഗിൾ ഫംഗ്ഷൻ ആയിരിക്കും ഉണ്ടാവും. അത് കുഴപ്പമില്ല, അത് നമ്മൾ മിക്സ് ആയിട്ട് കൊടുക്കും. നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് വിചാരിച്ചാൽ മിക്സ് ഒരു ബോക്സിൽ തന്നെ 3 എണ്ണം മിക്സ് ചെയ്തിട്ട് അങ്ങനെ. സിംഗിൾ ആയിട്ട് അതിൽ 3 ഈ പറയുന്ന ഓരോ ബോക്സിൽ ഓരോ ഫംഗ്ഷന് വരുന്നത് ഓരോ കളർ വരുന്ന ഐറ്റംസ് ആട്ടോ ഉള്ളത്. എല്ലാം ഒന്നല്ല, ഓരോന്നിൽ. ഇതിപ്പോൾ പിങ്ക് ആകുന്നുണ്ട്, അതിൽ ഇതാ റെഡ്, ഗ്രീന്, വേറെ സിൽവർ ഒക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ മോഡൽസ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ ഷോട്ട് വേറെ ഉണ്ട്. പിന്നെ അതിന്റെ വലുത് അല്ലേ? ഇതിന്റെ കുറച്ചുകൂടെ വലുത്. ഇത് എത്ര എങ്ങനെയാ? ഇതും 3.5 തന്നെ. 3.5. കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലാണ്. അതേപോലെ ഈ ക്യാൻഡി ക്രഷ് ഒക്കെ എങ്ങനെയാ? ക്യാൻഡി ക്രഷ് ഇത് ഗോൾഡൻ കളറാ? ഈ ആ ബ്രാൻഡിന്റെ ഒരു ഈ റേഞ്ച് വരൂല, അതിനെക്കാട്ടി കുറച്ചും കൂടി പൈസ കുറഞ്ഞതാണ്. നല്ല ക്വാളിറ്റി സാധനം അല്ലേ? എല്ലാം വിരിയുന്ന ടൈപ്പ് ഐറ്റംസ് അല്ലേ? പിന്നെ അതും പിന്നെ അതിന്റെ തന്നെ 2 എണ്ണം വരുന്ന ഒരു വലിയ ബോക്സ്. ഈ സ്കോർപ്പിയോ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. 2 എണ്ണം വരുന്ന വലിയ ബോക്സ് ആണത്. അത് എത്ര ഇഞ്ച്? അത് ഇതിനെക്കാട്ടി വലുതാണ്. 3.5 തന്നെയാ? ഓക്കെ ഓക്കെ ഓക്കെ. 3.5 ഇഞ്ചിന്റെ തന്നെയാണ് ഈ ഷെല്ല് വരുന്നത്. ഇത് വെച്ചും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ആട്ടോ.
അപ്പോൾ പിന്നെ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നീ പറഞ്ഞല്ലോ കുറേ വെറൈറ്റീസ് സ്കൈ ഷോട്ട് തന്നെ ഇപ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ. സ്കൈ ഷോട്ടിലാന്ന് തോന്നുന്നു കുറച്ചുകൂടെ വെറൈറ്റി വന്നല്ലേ കൂടുതൽ. കുറേ വെറൈറ്റി ഉണ്ട് സ്കൈ ഷോട്ടിൽ, അതെല്ലാം വരുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം വേറെ ബ്രാൻഡ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ. എങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എങ്ങനെ അതിന്റെ റിസൾട്ട് എങ്ങനെ? നല്ല സാധനം, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സ്റ്റോക്ക് ഇറക്കലുള്ളൂ. അതെ അല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നോർമൽ ഐറ്റംസ് ഉണ്ട്. ഇതിന് മറ്റേ ചെറിയ സ്കൈ ഷോട്ട് കേട്ടോ, ഈ ചെറിയ ക്രാക്ലിംഗ് മാത്രമുള്ളത്. ഇത് ഗ്രീൻ ആണ്. ഗ്രീൻ അല്ലേ. ഇത് ക്രാക്ലിംഗ് റെഡ് അല്ല, ഇത് ക്രാക്ലിംഗ് അല്ലേ. ഇത് നമ്മൾ നോർമൽ എല്ലാ കൊല്ലം വിഷുവിന് നമ്മൾ വാങ്ങിക്കുന്ന സാധനം ചെറിയത്. അപ്പോൾ അങ്ങനത്തെ 2 ഐറ്റംസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ 2 സൗണ്ട് വരുന്നുണ്ട്. ഇതാ 2 സൗണ്ടാണ് ഈ കാണുന്നത്. ഇത് 2 സൗണ്ട് ഉണ്ട്. 2 സൗണ്ട് ഇങ്ങനത്തെ ഒക്കെ ഏകദേശം എത്ര സ്റ്റാർട്ടിങ് വരുന്നത്? 2 സൗണ്ട് ഒക്കെ 40 ആണ് ഇപ്പോൾ ഉള്ളത്. അതല്ലേ. ഓക്കെ. 2 സൗണ്ട് അങ്ങനെ 2 കളർ ഉണ്ട് അതോ 2 ഇതാണ്? ഒന്ന് ഗ്രീൻ ആണ്, ഒന്ന് നോർമൽ അല്ലേ. ഓക്കെ. പിന്നെ കുരുവി വരുന്നുണ്ട്, യൂഷ്വലുള്ള സാധനങ്ങൾ. ഇതിന്റെ തന്നെ 2-3 സാധനങ്ങൾ ഉണ്ടല്ലേ. അതെ, കുരുവിന്റെ ചെറിയ മോഡൽ ഉണ്ട്. ചെറുതല്ലേ, ലക്ഷ്മി. അത് അതിന്റെ ചെറുതുണ്ടല്ലേ. ഇതൊക്കെ എങ്ങനെയാ സ്റ്റാർട്ടിങ്? ബണ്ടിലായിട്ടാണോ കൊടുക്കുക അതോ സിംഗിൾ ആയിട്ടും കൊടുക്കും? അല്ലേ. ബണ്ടിലൊക്കെ എടുക്കുമ്പോൾ റേറ്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ. അതൊക്കെ ഇങ്ങനെ കുറേ സ്റ്റോക്ക് ഉണ്ട് പൊളിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. പിന്നെ അതേപോലെ ഇത് നമ്മളെ ലക്ഷ്മിയുടെ വലുതാണ്, അത്യാവശ്യം നല്ല സൈസുള്ള. ഇതിന്റെ വലുതുണ്ട് കേട്ടോ. ഇത് ഈ ഒരു ടൈപ്പ് ആയിരിക്കും അല്ലേ, ഈ ഒരു സൈസ് അല്ലേ? ഈ ഒരു സൈസ് തന്നെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ലക്ഷ്മി അതിന്റെ ചെറുതാണ് ഇത്, അതിന്റെ ചെറുതല്ല, അതിന്റെ കുറച്ച് ചെറുത്. ഓക്കെ. അങ്ങനെയാണ് ലക്ഷ്മിന്റെ ഒരു കാറ്റഗറി ഇവിടെ വന്നിട്ടുള്ളത്. ഇതൊക്കെ വലിയ സൈസ്, ഒരു പേപ്പർ ബോംബ് പോലത്തെ ഒരു സാധനമാണ്. ഇത് പേപ്പർ ബോംബ് പോലത്തെ അല്ലേ ഇത്? ലക്ഷ്മിയുടെ ഒക്കെ കുറച്ചുകൂടെ വലുതാണ് കേട്ടോ ഇത്. അതൊക്കെയാണുള്ളത്. ഇതൊക്കെ പിന്നെ നമ്മൾ നോർമൽ എല്ലാ വിഷുവിനുള്ള സാധനങ്ങളാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിജിലി, അതായത് നമ്മളെ ചെറിയ എല്ലാവരും വിഷു തുടങ്ങുന്നതിൻ്റെ മുമ്പേ പൊട്ടിച്ച് കളിക്കുന്ന സാധനമാണ് ഇതൊക്കെ. ചെറിയ നമ്മളിവിടെ കാന്താരി എന്നൊക്കെ പറയല്ലേ, ചെറിയ സാധനം. ഇത് എത്ര? 50 എണ്ണം? 100 പീസ്? 50 ഉണ്ടല്ലേ. 100 പീസൊക്കെ. ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ് എത്ര റേറ്റ് വരുന്നത്? 10 രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ടല്ലേ. ഇത് 50 പീസ് വരുന്നല്ലേ. ഇത് മറ്റേ 100 പീസ് തന്നെയാണ്. 100 തന്നെയാ? 50 അല്ലേ. ചെറുത്. ഇതും ചീമൻ്റെ ആണല്ലേ. നല്ല ക്വാളിറ്റി സാധനമാണ്. ഇതിന്റെ ഒരു നോക്കി, ഇത് മറ്റേ നീല കളർ വരുന്നല്ലേ, സ്ട്രിപ്ഡ് വിജിൽ അങ്ങനെ എന്താ പറയില്ലേ? മെഷീൻ വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇത് അതിന്റെ കുറച്ച് വേറെ മീനാന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ്. ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ടല്ലോ. ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. അത് ഏറ്റവും സാധനമാണ്. എന്നെ ആടെ ഉണ്ടല്ലോ, ബോക്സ് പൊളിക്കാണ്. പിന്നെ വേറെ അതിന്റെ ടർക്കി എന്ന് പറയുന്ന ബ്രാൻഡല്ലേ. അങ്ങനെ. ഇത് 100 പീസാ? ഓക്കെ. 50 ആണെന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ് വരുന്നത്. അത് 50 ഇതാണ്. ഈ ബ്രാൻഡും ഉണ്ട്, കുറച്ചുകൂടി താണ ബ്രാൻഡാണ്. അങ്ങനെ. അങ്ങനെയൊക്കെയാണ് അവസ്ഥ ഉള്ളത്. അതിപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോൾ നോക്കിയപ്പോൾ തന്നെ വലിയ റേറ്റ് അങ്ങനെ കൂടിയിട്ടൊന്നും ഇല്ലല്ലേ. വലിയ ഡിഫറൻസ് വന്നില്ല, ചെറിയ ഡിഫറൻസ് ഒക്കെ വന്നിട്ടുള്ളൂ. പിന്നെ കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അത് സ്കൈ ഷോട്ടിലാണ് ഞാനിപ്പോൾ നോക്കിയത്. എൻ്റെ പോകുന്നത് റെയിൻബോ ബ്ലാസ്റ്റ് ഒക്കെ, അതൊക്കെയാണ് കുറച്ച് വെറൈറ്റീസ് വന്നിട്ടുള്ളത്. വേറെ എന്താ പറയാനുള്ള വിഷയമായിട്ട്? ഹാപ്പി വിഷു. എല്ലാവരും തിരക്ക് ആകുന്നതിന് മുന്നേ വരിക, അധികം ലേറ്റ് ആക്കണ്ട. ആകുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കയറിയിട്ട് നോക്കിയെടുക്കാം. നേരത്തെ വന്നു കഴിഞ്ഞാൽ അതാണ്. വരുന്നവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? അത് നമുക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോപ്പ് ഒന്നും കൂടി പറയാം, നമ്മൾ എവിടേക്ക് ഉള്ളത്? ടൗണിലാട്ടോ. ടൗൺ സ്ക്വയർ, കൃഷ്ണ ക്രാക്കേഴ്സ് വേൾഡ്. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നമ്പറും ഉണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് വരാം. ഇപ്പോൾ വിഷു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇവന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം. നല്ല സ്കൈ ഷോട്ട്, മൾട്ടി കളർ ഷോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ താളിക്കാവിലുണ്ട്, അതേപോലെ കടലായമ്പലത്തിന്റെ ശ്രീകൃഷ്ണ, അതിന്റെ തൊട്ടടുത്ത് വേറൊരു ഷോപ്പും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കിട്ടില്ല അടിപൊളി ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് കാണാതിരിക്കും പോലെ. ഓക്കെ, ബൈ.